കോട്ടയത്ത് നടക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ കെ.എൻ. ബാലഗോപാൽ റവന്യൂ വകുപ്പിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സർക്കാർ നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കോളേജ് മാത്രമല്ല. സംസ്ഥാനത്ത് നൂറുകണക്കിന് ക്യാമ്പസുകൾ ഇത്തരം നിയമലംഘനങ്ങൾ സുഗമമായി തുടരുന്നുണ്ട്. കല്യാണ മണ്ഡപങ്ങൾ പോലും പണി കഴിപ്പിച്ച് ലാഭം കൊയ്യുന്നവരുമുണ്ട്. അത്തരം ആളുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി സർക്കാർ തന്നെ സ്വീകരിക്കണം. റവന്യൂ കൈകാര്യം ചെയ്യുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, കേരളത്തിലെ നൂറുകണക്കിന് ക്യാമ്പസുകളിൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള റവന്യൂ ഭൂമി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി ക്യാമ്പസുകളുണ്ട്. അത് ഒറ്റ ക്യാമ്പസിൽ നിന്ന് അവസാനിക്കുന്നതല്ല. അതിനെപ്പറ്റി കൂടി ഉൾപ്പെടെ അന്വേഷണവും പരിശോധനയും നടത്തണം എന്നുള്ള അഭിപ്രായത്തിൽ കല്യാണ മണ്ഡപവും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ പണിഞ്ഞ സർക്കാരിന്റെ സ്ഥലമെടുത്ത നിരവധി സ്ഥാപനങ്ങൾ ഈ കോട്ടയം ജില്ലയിലടക്കം ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളെ സുതാര്യമായി കാണാനും സെൽഫ് ഫൈനാൻസിംഗ് കോളേജിൽ അതിനകത്ത് നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കൂടി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമ്മേളനമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. സംസ്ഥാനത്താകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂമി ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചെങ്കിലും ലോ അക്കാദമി വിഷയത്തിൽ മുൻ എം പി കൂടിയായ ബാലഗോപാൽ കൂടുതൽ കടന്നില്ലെന്നതും ശ്രദ്ധേയമായി. റിപ്പോർട്ടർ, കോട്ടയം.